ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. ജയലേണിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. കേട്ടറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇനി തുടങ്ങി എക്സാം നന്നായിട്ട് പഠിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും, അല്ലേ? അപ്പോൾ 11 തുടങ്ങി എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടറ്റ് എക്സാം എവിടെ എന്ന് ചോദിച്ചവർക്ക് വളരെ ഒരു സമാധാനിപ്പിക്കുന്ന ഒരു ഉത്തരമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മളെയൊക്കെ ഒന്ന് സംശയത്തിലാഴ്ത്തി, അല്ലേ? പ്രത്യേകിച്ച് വർഷത്തിൽ 2 പ്രാവശ്യമാണ് കേട്ടറ്റ് പരീക്ഷ ഉണ്ടാവുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ജൂണിൽ കേട്ടറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച് ഡിസംബറിൽ എക്സാം ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ഒക്ടോബറിൽ വിജ്ഞാപനം വരേണ്ടതാണ്. നവംബർ ഡിസംബർ ഉള്ളിലുള്ള പഠന രീതി അനുസരിച്ച് ഡിസംബർ ലാസ്റ്റ് വീക്ക് എക്സാം ആയിരിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ അപ്പുറമായിട്ട് നവംബറിലാണ് വിജ്ഞാപനം വന്നത്. നമുക്ക് എക്സാം എഴുതേണ്ടത് ജനുവരിയിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2024 ഒരു കേട്ടറ്റ് എക്സാം ഉണ്ടായിട്ടുള്ളൂ. 2025 തുടക്കത്തിലാണ് ആ വർഷത്തെ കേട്ടറ്റ് എക്സാം വരുന്നത്. അപ്പോൾ ഇനി തുടങ്ങി അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ വീണ്ടും അടുത്ത വർഷം 2 വരുമോ എന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കും. പക്ഷെ അതവിടെ നിൽക്കട്ടെ, അത് വരുന്ന നോട്ടിഫിക്കേഷനാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. B.Ed 3rd സെമ്മിനും 4th സെമ്മിനും പഠിക്കുന്ന കുട്ടികളുണ്ടാവും. DLED 3rd 4th പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കും കേട്ടറ്റ് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളൊരു ചാൻസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ B.Ed DLED കഴിഞ്ഞ കുട്ടികൾ, ഈ കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ, കേട്ടറ്റ് നേടാത്ത കുട്ടികൾ, ഇവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഇത് കാണുക. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യമേ തന്നെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റുകൾ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഡേറ്റുകളൊക്കെ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി 20-ാം തീയതിയാണ്. ഈ മാസം 20-ാം തീയതിയാണ്. അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ 11-ാം തീയതി തുടങ്ങി നമുക്കറിയാം ആപ്ലിക്കേഷൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ്. അപ്പോൾ 11-ാം തീയതി എന്തെങ്കിലും കഴിഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, ആ ഡെഡ് ലൈൻ 20-ാം തീയതിയാണ്. ആരും അവസാനത്തേക്ക് വെക്കരുത്. എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കാരണം അവസാന നിമിഷങ്ങളിലേക്ക് എത്തിച്ചാൽ നമുക്കറിയാലോ, സൈറ്റൊക്കെ ജാം ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്, പ്രൊസീജിയേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിമിഷങ്ങളും വൈകിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ അത് അവസാന തീയതി എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനും അതുപോലെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും 20-ാം തീയതി തന്നെയാണ്. ഫൈനൽ പ്രിന്റ് എടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 20-ാം തീയതി തന്നെയാണ്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫീസൊക്കെ അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടേ. എല്ലാവരും പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പ്രൂഫായിട്ട് പരീക്ഷാ ഭവനിൽ സബ്മിറ്റ് ചെയ്യാനും നമ്മളുടെ ആപ്ലിക്കേഷൻ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമുക്കൊരു വിശദീകരണം കൊടുക്കാനും വിശദീകരണം കിട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അതാരും മറക്കരുത്. പലരും മറക്കുന്ന ഭൂരിഭാഗം പേരല്ല, ഒരു ചെറിയ ഗ്രൂപ്പ് ഇതെടുത്ത് വെക്കാൻ മറന്നു പോകും, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ മറന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരം ആരും കാണിച്ചു വെക്കരുത്. പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലാവരും കയ്യിൽ വെക്കുക. പിന്നെ ഹോൾ ടിക്കറ്റ് കിട്ടേണ്ട ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-ാം തീയതിയാണ്. 8/1/2025. ഓക്കെ, 8/1, അതായത് അടുത്ത വർഷം 2025. ഇതിപ്പോൾ നവംബർ പകുതിയായി. ജനുവരി 8-ാം തീയതിയാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് നമ്മുടെ സൈറ്റിൽ. അത് മറന്നു പോകാതെ ഓർത്ത് വെക്കണം എല്ലാവരും. പഠനത്തിന്റെ തിരക്കിൽ ഹോൾ ടിക്കറ്റ് എടുക്കേണ്ട ഡേറ്റ് ആരും മറന്നു പോകരുത്. അപ്പം ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട തീയതികളെ കുറിച്ച് പറയാനുള്ളത്. ഇനി എക്സാം ഡേറ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം കാറ്റഗറി 1ഉം 2ഉം 3ഉം 4ഉം ഉണ്ടെന്ന് അറിയാം, അല്ലേ? അപ്പോൾ കാറ്റഗറി 1ഉം 2 ആർക്കൊക്കെ എഴുതാം, 3 ആർക്കൊക്കെ എഴുതാം, 4 ആർക്കൊക്കെ എഴുതാം എന്നൊക്കെ ഞാൻ പുറകെ പറയാം. അപ്പോൾ കാറ്റഗറി 1നും 2നും എക്സാം എന്ന് പറയുന്നത് ജനുവരി 18-ാം തീയതിയാണ്. ഓർത്ത് വെക്കുക.
മറന്നു പോകാതെ കുറിച്ച് വെക്കുക. നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സൈറ്റിൽ ഉണ്ടാവും, അത് എപ്പോഴെപ്പോഴും കയറി നോക്കണം എന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക, കാണുന്ന സ്ഥലത്ത് തന്നെ. വേണമെങ്കിൽ ഒരു സ്ലിപ്പിലൊക്കെ എഴുതി നിങ്ങൾ പഠിക്കുന്ന റൂമിന്റെ അടുത്ത് ചുമരിലൊക്കെ ഒട്ടിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ കാറ്റഗറി 1ഉം 2ഉം എഴുതുന്നവരുടെ ഡേറ്റ് 18-ാം തീയതിയാണ്. അതിന്റെ പിറ്റേ ദിവസം 19-ാം തീയതിയാണ് കാറ്റഗറി 3ഉം 4ഉം എഴുതേണ്ട കുട്ടികളുടെ എക്സാം. ഓക്കെ, അപ്പൊ കാറ്റഗറി 1ഉം 2ഉം 18-ാം തീയതി, കാറ്റഗറി 3ഉം 4ഉം എന്നാണ് 19-ാം തീയതിയാണ്. ഈ 2 ദിവസം കൊണ്ടിട്ടാണ് നമുക്ക് എക്സാം എഴുതേണ്ടത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാറ്റഗറി 2ഉം കാറ്റഗറി 3ഉം എഴുതുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ. കാറ്റഗറി 2ന്റെ പ്രത്യേകത എന്താണ്? DLED അല്ലെങ്കിൽ TTC കഴിഞ്ഞ കുട്ടികൾക്ക് കാറ്റഗറി 2 എഴുതാം. അതുപോലെ BEd കഴിഞ്ഞ കുട്ടികൾക്ക് കാറ്റഗറി 2ഉം കാറ്റഗറി 3ഉം എഴുതാം. DLED TTC കഴിഞ്ഞവർക്ക് കാറ്റഗറി 3 എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോൾ BEd ഉള്ള കുട്ടികൾക്ക് കാറ്റഗറി 2ഉം കാറ്റഗറി 3 എഴുതാം. അപ്പൊ 2 എക്സാം എഴുതുന്നവരും ഉണ്ടാകും. ഓക്കെ, ഞാനൊക്കെ 2 എക്സാം എഴുതിയിട്ടുണ്ട്. ഒരു തലേ ദിവസം, അതായത് ആദ്യത്തെ ദിവസം കാറ്റഗറി 2 എഴുതി, പിറ്റേ ദിവസം കാറ്റഗറി 3 എഴുതി. അപ്പൊ 2 രീതിയിലുള്ള ഒരു പഠന രീതി എന്ത് ചെയ്യണം, നിങ്ങൾ ക്രമീകരിച്ചേ പറ്റൂ ഈ ദിവസങ്ങളിലൊക്കെ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ 2 എക്സാം എഴുതുന്നവരുണ്ടാവും. പിന്നെ കാറ്റഗറി 4 എന്ന് പറയുമ്പോൾ അറിയാലോ, സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സ്, UP തലം വരെയുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ് ആണ്. എന്താണ്, അറബിക്, ഉറുദു പോലുള്ള ലാംഗ്വേജ് എഴുതുന്ന അത് പഠിപ്പിക്കേണ്ട ടീച്ചേഴ്സ് ആണ് കാറ്റഗറി 4 ഉൾപ്പെടുന്നത്. അതുപോലെ ഹൈസ്കൂൾ തലം വരെയുള്ള PT പോലുള്ള സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിനാണ് കാറ്റഗറി 4ഉം എഴുതേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനായിട്ട്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, ഫോട്ടോ വളരെ പ്രധാനപ്പെട്ടായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, ഫോട്ടോ വ്യക്തമായിരിക്കണം. അതുപോലെ തന്നെ സെൽഫി ഒക്കെ എടുത്തുള്ള ഫോട്ടോ ഒന്നും പാടില്ല. അത് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. പലരും എഴുതി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവരും കൂടി ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് അതിന്റെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ എന്ത് ചെയ്യുക, അതിന്റെ ഒരു കോപ്പി എടുത്തൊന്നും വെക്കാൻ പറയണം, ഇതിൽ ഇടയ്ക്ക് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ സിലബസിനെ കുറിച്ചാണ് എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്. സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കൂ, അതായത് കാറ്റഗറി 1ല് ലോവർ പ്രൈമറി ക്ലാസ്സിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനെ കുറിച്ച് പലരും സംശയം ചോദിക്കാറുണ്ട്. അതായത് എന്താണ്, കാറ്റഗറി 1ഉം 2ഉം എഴുതുന്ന കുട്ടികൾക്ക് യോഗ്യത എന്താണ്, അല്ലെങ്കിൽ കാറ്റഗറി 1ഉം 2 എഴുതുന്നവർക്ക് 3 എഴുതാൻ പറ്റുമോ, അതുപോലെ മോണ്ടിസോറി കോഴ്സ്, അതുപോലെ ചില ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അത് കഴിഞ്ഞവർക്കൊക്കെ ഏതൊക്കെ എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ വീഡിയോസിന്റെ താഴെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നുള്ളത്. അപ്പൊ ഇവിടെ കാറ്റഗറി 1, അതായത് ലോവർ പ്രൈമറി LP സെക്ഷനിൽ അധ്യാപകരാകാൻ പോകുന്നവർക്ക് കേട്ടിട്ട് കാറ്റഗറി 1 എഴുതുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് 45% മാർക്കോട് കൂടി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പരീക്ഷ പാസ് ആയിരിക്കണം. അതുപോലെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ്, അതായത് TTC, DEd ഓർ DLEd. ഓക്കെ, അറിയാലോ കോഴ്സുകൾ, TTC ഓർ DEd ഓർ DLEd. ഈ കോഴ്സ് പാസ്സായിരിക്കണം, ആ പരീക്ഷ പാസ്സായിരിക്കണം. ഇനി അതല്ലെങ്കിൽ 45% മാർക്കോടി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പരീക്ഷയോടൊപ്പം 2002 NCTയുടെ 2002 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ കൂടി നേടിയവർക്ക് അപേക്ഷിക്കാം. അപ്പൊ DLEd അതുപോലെ TTC അതല്ലാതെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ, ഓക്കെ, അത് നേടിയവർക്ക് അപേക്ഷിക്കാം. ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു യോഗ്യത, 50% മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി പാസ് ആവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ BLEd എന്ന് പറയുന്ന യോഗ്യതയും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ 3 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ 3 യോഗ്യത പറഞ്ഞു. ഇനി അതുകൂടാതെ നോക്കൂ, 50% മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ജയത്തോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ആ യോഗ്യത കൂടിയുള്ളവർക്കും എന്ത് അപ്ലൈ ചെയ്യാം, കാറ്റഗറി 1ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പർ പ്രൈമറി ക്ലാസ്സിൽ
യോഗ്യത നോക്കൂ. ബി.എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലമെന്ററി എഡ്യൂക്കേഷനിൽ ദിവത്സര ഡിപ്ലോമ TTC ഓർ D.Ed ഓർ DLed നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ബി.എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ബിരുദത്തോടൊപ്പം ബിരുദവും ഉണ്ടാവണം, അതുപോലെ തന്നെ എന്ത് വേണം, ദിവത്സര ഡിപ്ലോമയോ TTC യോ DLed ഉണ്ടായിരിക്കണം. ഇനി ബി.എഡ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ 45% മാർക്കോടുകൂടി ബി.എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടു കൂടി ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ, അതായത് ബി.എഡ് അല്ലെങ്കിൽ DLed യോഗ്യത കൂടി ഉണ്ടാകണം. ഓക്കെ. പിന്നെ അതുമല്ലെങ്കിൽ 50% മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഇൻ എലമെന്ററി BLed ഉണ്ടായിരിക്കണം. ഇനി അതുമല്ലെങ്കിൽ 50% മാർക്ക് ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി പാസ്സാവുകയും 4 വർഷത്തെ BSc BE ഇൻ എഡ്യൂക്കേഷൻ, അത് B.Ed അല്ലെങ്കിൽ BSc Ed എടുത്തു കഴിഞ്ഞവർക്ക് ഈ കാറ്റഗറി 2 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താണ്, ഈ B.Ed അല്ലെങ്കിൽ DLed കൂടാതെ തന്നെ ഈ പറഞ്ഞ യോഗ്യതകൾ ഉള്ളവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി 2 അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ ഇനി എനിക്ക് പറയാനുള്ളത് പരീക്ഷാ ഘടനയുടെയും ഉള്ളടക്കത്തിന്റെയും കാര്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കാറ്റഗറി 1 പരീക്ഷയുടെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് കാറ്റഗറി 1 നമുക്ക് പറയാനുള്ളത്, ഉള്ളടക്കത്തില് ഒന്ന് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അതിൽ 30 മാർക്കിൻ്റെതാണ്. പിന്നെ നമുക്ക് ഗണിതശാസ്ത്രം ഉണ്ടാവും, അതായത് മാത്സ്, പരിസ്ഥിതി പഠനം ഉണ്ടാവും, EVS ആയിട്ട് ബന്ധപ്പെട്ടത് 30 മാർക്കിന്റെ വീതം. ഓക്കെ. ദെൻ രണ്ടാം ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം, അതായത് ലാംഗ്വേജ് ആണ്, മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ ഓപ്ഷനിലാണ്. പിന്നെ മൂന്നാമത്തെ പേപ്പർ ഭാഷ, രണ്ടാമത്തെ സെക്കൻഡ് പേപ്പറാണ്, അത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് പോലുള്ള ഭാഷകൾ, അത് 30 മാർക്കിൻ്റെതാണ്. അപ്പോൾ ഈ മൊത്തം മാർക്ക് വരുന്നത് എത്രയാണ്, 150 മാർക്കിലാണ് നമുക്ക് പേപ്പർ വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ. ഇത് നാം കാറ്റഗറി 1 പറഞ്ഞതാണ്. ഇനി കാറ്റഗറി 2 ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, കാരണം കാറ്റഗറി 2 ഏത് പേപ്പർ ഓപ്റ്റ് ചെയ്യണം. ഇതിനു മുമ്പ് എക്സാം ഹാളിലൊക്കെ ചെന്ന് നിൽക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കൊടുക്കുന്ന സബ്ജക്റ്റ് ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല. ഞാനിപ്പോ ഇന്ന സബ്ജക്റ്റ് പോയി എഴുതണം, ആ സബ്ജക്റ്റ് ഞാൻ ഓപ്റ്റ് ചെയ്യണുള്ളൂ എന്ന് വിചാരിച്ച് പോകും. പക്ഷെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സബ്ജക്റ്റ് തെറ്റി കൊടുക്കും. ഇപ്പൊ മീഡിയം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം ഇംഗ്ലീഷ് ഉള്ളവർ, ഇംഗ്ലീഷ് കൊടുക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും, മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വിനയായിട്ട് മാറും. ഓക്കെ. ഇംഗ്ലീഷ് എഴുതുന്നത് ആഗ്രഹിച്ചു പോയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ മലയാളം ആയിരിക്കും മീഡിയം സെലക്ട് ചെയ്യുക. അപ്പൊ എക്സാമുകളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴായിരിക്കും പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിവിടെ കാറ്റഗറി 2 ഒന്ന് ഓർത്ത് വെക്കുക. നോക്കിയേ, കാറ്റഗറി 2, അത് കാറ്റഗറി 2 നോക്കൂ, പാർട്ട് 1 നേരത്തെ പറഞ്ഞ സൈക്കോളജി ഉണ്ട്, അതുപോലെ പെഡഗോജി ഒക്കെ ഉണ്ട്, 30 മാർക്കിന്റെ ചോദ്യം. പിന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സയൻസ് മാത്സ് അധ്യാപകർക്ക് വേണ്ടി സയൻസും മാത്സും ഓപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അധ്യാപകർക്ക് വേണ്ടി സോഷ്യൽ മാത്സ് ഓപ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റ് അധ്യാപകർ, അതായത് A അല്ലെങ്കിൽ B എന്ന് കൊടുത്തിരിക്കുന്നത് സയൻസ് ഗണിതം അല്ലെങ്കിൽ മാത്സും സോഷ്യലും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് സയൻസും സോഷ്യലും ഒരുമിച്ച് പഠിക്കണമെന്നില്ല, നമുക്ക് സയൻസും മാത്സും അല്ലെങ്കിൽ സോഷ്യലും മാത്സും എന്ന രീതിയിലാണ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് പഠിക്കാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ കഫേയിൽ ചെന്നിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് ചിലപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ സ്ഥാപനത്തിൽ ചെന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ഈ പേപ്പറാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇതാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, സയൻസും മാത്സും അല്ലെങ്കിൽ സോഷ്യലും മാത്സും ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതിൽ ഏതാണെന്ന് കൃത്യമായിട്ടൊരു ഒരു തീരുമാനം നിങ്ങളിൽ ഉണ്ടാകണം. ഇത് തെറ്റിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം ഹാളിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറി എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് പേര്, ഒരുപാട് പേരെന്നല്ല, കുറച്ച് പേരെന്നല്ല, ഒരുപാട് പേര് എന്ത് ചെയ്യുക, ഈ തെറ്റ് വരുത്തുന്നത് സാധാരണ കാണാറുണ്ട്.
പിന്നെ ഒന്ന് ഭാഷ 2, ഭാഷ സെക്കൻഡ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഷ 1 മലയാളം, തമിഴ്, കന്നഡ ഓർ ഇംഗ്ലീഷ്. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അത് ഭാഷ 2 ഭാഷ 1 അല്ലാതെ, അതായത് മലയാളം കൂടാതെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ നമുക്ക് മലയാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മലയാളം സെക്കൻഡ് പേപ്പറും ഉണ്ടാവും, തേർഡ് പേപ്പറും വരുന്നുണ്ടാവും. ചില ആൾക്കാർ തേർഡ് പേപ്പറിന് പകരം ഇംഗ്ലീഷ് ആയിരിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളം അപ്പൊ അവിടെ എന്താണ് ഓപ്ഷനായിട്ട് ഇപ്പൊ തമിഴ് മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയം കന്നഡ മീഡിയത്തിലും പഠിക്കുന്ന കുട്ടികൾ അതല്ലേ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ മലയാളം മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ മലയാളം ഓപ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മലയാളം എഴുതേണ്ടി വരും. തേർഡ് പേപ്പർ ആണെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത് സെലക്ട് ചെയ്യാം. അപ്പൊ അവിടെ ഇംഗ്ലീഷ് മീഡിയം ആണ് എഴുതാൻ ആഗ്രഹിക്കുന്നവർ, പക്ഷെ സബ്മിറ്റ് ചെയ്തപ്പോൾ മലയാളം ആയിപ്പോയി. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, അപ്പോൾ പ്രശ്നമായി. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ടോട്ടൽ നോക്കി, സൈക്കോളജി പെഡഗോഗി ആയിട്ട് 30 മാർക്കും, അതുപോലെ ഈ പറയുന്ന സയൻസ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ മാത്സ് അതിന് 60 ക്വസ്റ്റ്യൻസ് 60 മാർക്കും, പിന്നെ ഭാഷ 1-ാം പേപ്പറിന് 30 മാർക്കും ഭാഷ 2-ാം പേപ്പറിന് 30 മാർക്കും, ടോട്ടൽ 150 ആണ്. ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് കാറ്റഗറി 2-ന്റെ കാര്യമാണ് പറഞ്ഞത്. കാറ്റഗറി 3-ൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, നമുക്കറിയാം നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ വിഷയമാണ് ഡിഗ്രി വിത്ത് BEd കഴിഞ്ഞവർക്ക് ഉള്ള ഒരു ഓപ്ഷൻ. അത് നമുക്കറിയാം ഹൈസ്കൂൾ ക്ലാസ്സുകൾ 8 തുടങ്ങി 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യതയാണ്. അപ്പോൾ ആ കാറ്റഗറി 3-ൽ എന്താണ്, നമുക്ക് BA അല്ലെങ്കിൽ BA BSc ഓർ BEd ഇങ്ങനെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് എന്താണ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, അതുപോലെ ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് തുടങ്ങിയുള്ള വിഷയങ്ങൾക്ക്, മാത്സ് ഇതെല്ലാവർക്കുള്ളതാണ് HSC അല്ലെങ്കിൽ HST പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ BA അല്ലെങ്കിൽ BSc ഉള്ള കുട്ടികൾക്ക്, BEd ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി PG അവിടെ നിർബന്ധമല്ല, പക്ഷെ PG ഉള്ളവർക്കും PG വിത്ത് BEd ഉള്ളവർക്കും എന്ത് ചെയ്യാം, കേട്ടറ്റ് 3 അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ കേട്ടറ്റ് ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അത് എന്തൊക്കെയാണ്, അതൊന്നുകൂടി എല്ലാവരും ഓർക്കണം നല്ലതായിരിക്കും. അതായത് സെറ്റ്, അതുപോലെ MEd, നെറ്റ്, MPhil തുടങ്ങിയിട്ടുള്ള ആളുകളെ കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നത് സൈക്കോളജിയും അതുപോലെ എന്താണ് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട് 40 മാർക്കാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. കേട്ടറ്റ് കാറ്റഗറി 3-യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ കേട്ടറ്റ് കാറ്റഗറി 3 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു രീതി അല്ലെങ്കിൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. സൈക്കോളജിയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്, ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. അതിൽ 40 മാർക്കാണ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് വരുന്നത്. നേരത്തെ നമ്മൾ കാറ്റഗറി 2-ൽ വരുന്നത് നോക്കി, സൈക്കോളജിയും ബോധനശാസ്ത്രവും കൂടി വരുന്നത് 30 മാർക്കാണ് വരുന്നത് ഓർക്കണം. കാറ്റഗറി 1-ലും വ്യത്യാസമുണ്ട്, പക്ഷെ കാറ്റഗറി 3-ൽ വരുമ്പോൾ സൈക്കോളജി മാത്രം 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്നത് ഭാഷ സെക്കൻഡ് പേപ്പറിൽ വരുന്നത്, ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ഉറുദു അല്ലെങ്കിൽ കന്നഡ തുടങ്ങിയിട്ടുള്ള മീഡിയം, അതിൽ 30 മാർക്കാണ് വരുന്നത്. നമുക്കറിയാം അവധാരണം പോലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഭാഷാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത്, അതിൽ എന്താണ് ബോധനശാസ്ത്രം അല്ലെങ്കിൽ പെഡഗോജി ഉണ്ടാവും. അതിന് ടോട്ടൽ 80 മാർക്കാണ് വരുന്നത്. രണ്ടും കൂടി പെഡഗോജിയും വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ടോട്ടൽ 150 മാർക്കാണ്. ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാറ്റഗറി 3-ൽ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാർക്ക് കിട്ടേണ്ടത്, ജയിക്കേണ്ടത്. നമുക്കറിയാം ഇതൊരു റാങ്ക് മേക്കിംഗ് എക്സാം അല്ല, ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിന് 92 മാർക്കും അതുപോലെ റിസർവേഷൻ ഗ്രൂപ്പിന് 80 മാർക്കുമാണ് നമുക്ക് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ 92 കിട്ടാൻ വേണ്ടി പഠിക്കുക, 80 കിട്ടാൻ വേണ്ടി പഠിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അതെന്താണ്, പലരും എന്താണ് ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല, അല്ലെ? അതായത് എന്താ പറയുക, 92 മാർക്കിന് വേണ്ടി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മൂക്കും കുത്തി വീഴും, അല്ലെ? അപ്പൊ അതിനും മുകളിലേക്കുള്ള മാർക്ക് ഒരു 100-110 മാർക്ക് ലക്ഷ്യമാക്കിയിട്ട് വേണം പഠിച്ചു മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റുകളെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഞാൻ ആദ്യമേ തുടങ്ങിയിട്ടുള്ള ഡേറ്റുകൾ 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് 8-ാം തീയതി, ജനുവരി 8-നാണ്. 18-ാം തീയതിയാണ് കാറ്റഗറി 1-ഉം 2-ഉം എക്സാം. 19-ാം തീയതിയാണ് കാറ്റഗറി 3-ഉം 4-ഉം എക്സാം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പ്രായപരിധി ഒന്നും നമ്മുടെ എക്സാമിന് ഇല്ല. കേരള പരീക്ഷാ ഭവനാണ് എക്സാം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എല്ലാവരും എക്സാം ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ
ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ മാറിപ്പോകരുത്. കാറ്റഗറി 2 പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യണവര് വിഷയങ്ങൾ മാറിപ്പോകരുത്. ഒരുപാട് തവണ എക്സാം എഴുതുന്ന കുട്ടികളിൽ നിന്നൊക്കെ എന്താണ് പരാതി മീൻസ് അവരുടെ സങ്കടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ റിസൾട്ടിനെ വരെ ബാധിക്കും. ബബിൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു എക്സാമിന് ഇപ്പോഴും ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞ സങ്കടം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എന്താണ് ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡോ മറ്റോ ബബിൾ ചെയ്യാനായിട്ട് മറന്നുപോയി. സോ എന്ത് പറ്റി, ആ എക്സാമിന്റെ റിസൾട്ടിൽ ആ കുട്ടിയുടെ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച കുട്ടിയാണ്, പാസ്സാവുന്ന ഉറപ്പുണ്ടായിരുന്ന പേപ്പർ ആയിരുന്നു. അതുകൊണ്ട് മറ്റേ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീ ഒക്കെ വന്ന സമയത്ത് മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ ആ കുട്ടി പാസ്സാവും. പക്ഷെ എന്ത് ചെയ്തില്ല, ബബിൾ ചെയ്തില്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ബബിൾ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അസാധുവായിട്ട് മാറി, റിസൾട്ട് ആൻസർ ഷീറ്റ് അസാധുവായിട്ട് മാറി, റിസൾട്ട് എന്ത് ചെയ്തില്ല, പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് ജനുവരിയിൽ നടക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അതിൽ ഞാൻ ഒരു കാര്യം കൂടി ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് HSA പരീക്ഷ എന്ന് പറയുന്നത്? കാറ്റഗറി 3 എഴുതുന്നവര് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വരുന്ന HSA പരീക്ഷ അല്ലെങ്കിൽ HST പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ എക്സാം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ കേട്ടറ്റ് ക്ലിയർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇനി വരുന്ന ആ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 2ഉം 1 എഴുതുന്നവർക്ക് വരുന്ന LPUP, അതായത് ഇപ്പോൾ LPUP വരെ കഴിഞ്ഞേ ഉള്ളൂ, ഇനിയും LPUP 3 വർഷം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ കേട്ടറ്റ് നിങ്ങൾ നേടണം. അല്ലാതെ വരുന്ന LPUP വരട്ടെ, ആ സമയത്ത് ഞാൻ നേടിക്കോളാം എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. എന്ത് ചെയ്യുക, എക്സാമിന് ആത്മാർത്ഥയോടെ തന്നെ പഠിച്ചു പോവുക. അപ്പൊ കേട്ടിട്ട് കാറ്റഗറി 3 എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കണം. HSAക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. HSA ജനുവരിയിലൊക്കെ ഉണ്ടാവും, അതെല്ലാം നീണ്ടു പോകുന്നൊക്കെ പറയുന്നു. എന്തും ആവട്ടെ, നമുക്ക് ഹൈസ്കൂളിൽ ഗസ്റ്റ് വേക്കൻസി ആയാലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്താലും അതുപോലെ എവിടെ നമുക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ജോലി കിട്ടിയാലും നമുക്ക് അവിടെ കേട്ടിട്ട് നിർബന്ധമാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വരുന്ന എക്സാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ജയലന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, ജയലനോടൊപ്പം ജോയിൻ ചെയ്യുക. കോൺടാക്ട് നമ്പർ താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങൾ 60 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 60 ഡേയ്സ് പ്ലാനിലാണ് നമ്മൾ ഇനി ഈ സ്റ്റഡി പ്ലാൻ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 60 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിച്ചു പോവുക. വലിയ ഡെപ്തിലുള്ള ഒരു പഠനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല ഈ 90 മാർക്ക് അല്ലെങ്കിൽ 82 മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന രീതിയിലുള്ള സിലബസ് നിങ്ങളിലെത്തിക്കുക. ഓരോ ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള പഠന രീതിയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ വെച്ച് കാണാം. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഇനി വരുന്ന വീഡിയോകളെല്ലാം കാണുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. കൂടുതൽ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു, നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മറന്നു പോരുത്, നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. ജയിലിനോടൊപ്പം ചേരുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.